രാവിലെ 3 തക്കാളിയൊക്കെ എടുത്ത് വെച്ചിട്ട് എന്നാ പരിപാടി എന്നല്ലേ, ഒരു തക്കാളി ചാറ് വെച്ചാലോ. 3 തക്കാളി, ഒരു സവോളയുടെ പകുതി മതിയേ, പിന്നെ ഒരു 4 പച്ചമുളക്, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില, ഒരു മുറി തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് പെരിഞ്ജീരകം, വലിയ ജീരകമാണ് ഇതിനരയ്ക്കുന്നത് കേട്ടോ, 2 ചെറിയുള്ളി. ഇത് നമുക്ക് അരയ്ക്കാനുള്ളതാണേ. ആദ്യം തന്നെ നമുക്ക് തക്കാളിയൊക്കെ അരിഞ്ഞെടുത്ത് അടുപ്പയിലോട്ട് കയറ്റാം. വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന നല്ലൊരു സ്വാദിഷ്ടമായ കറിയാണ്. എൻ്റെ അമ്മയുടെ ഒരു എന്താ പറയുക, ഞങ്ങളെ എപ്പോഴും പറ്റിക്കുന്ന ഒരു കറിയായിരുന്നു. അമ്മ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറി. പഴുത്ത തക്കാളി തന്നെ വേണം കേട്ടോ. പച്ചത്തക്കാളി എടുത്ത് ഉള്ള ഒരു കറി എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലാണേ. സവോള ഇതുപോലെ തന്നെ നമുക്ക് അരമുറി എടുത്തിട്ടുള്ള നീളത്തിൽ തന്നെ അരിഞ്ഞേക്കാം. പച്ചമുളക് അങ്ങോട്ട് നടുകെ കീറി ഇട്ടേക്കാം. കുറച്ച് കറിവേപ്പില, പാകത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. മൂടി വെച്ച് നമുക്കങ്ങ് വേവിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ അരപ്പൊന്ന് റെഡിയാക്കാം. നന്നായിട്ട് അരയണം കേട്ടോ, അരച്ചെടുത്തോണ്ട് വരാം. നമ്മുടെ കറി ഒന്ന് തുറന്നു നോക്കാം. തക്കാളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ നമ്മൾ അരച്ചു കൊണ്ടുവന്നിരിക്കുന്ന അരപ്പ് കണ്ടോ, ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാവേ. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും കടുകൊക്കെ താളിക്കാം. ചൂടായി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. നമുക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ടു, കടുക് ഇട്ടു, സമയത്ത് ഒരു പിഞ്ച് മുളക് പൊടി. നമ്മുടെ അടിപൊളി ഒരു തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.